ഇന്ന് നമുക്ക് കാന്താരി മുളകിട്ട് എങ്ങനെയാണ് പന്നിക്കറി വെക്കുന്നതെന്ന് നോക്കാം. അതിന് ഞാൻ മെയിനായിട്ട് 1/2 കിലോ പന്നിയിറച്ചിയാണ്. ഇത് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഒരു തേങ്ങയുടെ പകുതി എടുത്ത് കൊത്തിയിട്ട് തേങ്ങയോടെ ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ് ഇറച്ചിയത്. ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും തേങ്ങാക്കൊത്തും ഇട്ട് വേവിച്ച് വെച്ചത് പന്നിയിറച്ചി. 1/2 കിലോ പന്നിയിറച്ചിയാണിത്. ഇനി അതിന് ആവശ്യമായ മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഉപ്പിട്ടാണ് വേവിച്ചത്. എന്നാൽ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ്, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മല്ലിയില, കുരുമുളക് പൊടി, കറിവേപ്പില, സവാള, തക്കാളി, ഒരു ചെറിയ തക്കാളിയാണ്. ഇത് 2 ചെറിയ സവാളയാണ്, വെളിച്ചെണ്ണ. ഇനി ഇതിന് അരയ്ക്കാൻ ആവശ്യമായ സാധനങ്ങൾ, ഇത് കാന്താരി മുളകാണ്, ഇത്രയും എടുത്തിട്ടുണ്ട് ഞാൻ. ഇത് 1 സ്പൂൺ പെരിഞ്ജീരകം, ഇത് മല്ലിയില, ഇതൊരു 10-12 അല്ലി വെളുത്തുള്ളിയുണ്ട്, ഒരു വലിയ കഷ്ണം ഇഞ്ചി. ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. പെരിഞ്ജീരകം, കാന്താരി മുളക്, ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇതിന് മസാല ഞാൻ അരച്ചിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഈ പരുവത്തിൽ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഞാനിത് അരച്ച് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. പാൻ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനൊരു 3 സ്പൂൺ വെളിച്ചെണ്ണയോളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് സവാള വഴറ്റിയെടുക്കാം. ഇത് ഞാൻ 2 ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇടത്തരം വലിപ്പമുള്ള 2 സവാള. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആ സവാള വഴന്ന് കിട്ടിക്കോളും. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള നന്നായിട്ട് വഴന്ന് ഒരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതൊരു ചെറിയ തക്കാളിയാണ്, നമുക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വെന്തുടഞ്ഞ് വരണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ചു കൊണ്ടുവന്ന മസാല ചേർക്കാം. മസാലയുടെ പച്ചമണവും പച്ചച്ചൊവയും ഒന്ന് മാറുന്നോളം വരെ ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് തന്നെ ഇതിലേക്ക് ഞാൻ മല്ലിപ്പൊടിയുടെ കാര്യം പറയാൻ വിട്ടുപോയിരുന്നു. 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയും ഈ കാന്താരിയുടെ എല്ലാം പച്ചച്ചൊവ ഒന്ന് മാറുന്നോളം വരെ ഇളക്കി കൊടുക്കാം. തീ ഒന്ന് ഞാൻ ചെറുതായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇറച്ചി മഞ്ഞൾപ്പൊടി ഇട്ടാണ് വേവിച്ചത്. ഒരല്പം ഇട്ട് കൊടുക്കാം. മസാലയ്ക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക്
ഇപ്പോൾ ഒരു 1/4 സ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വന്നു കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് വേവിച്ച് ഇത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇട്ട് വേവിച്ച പന്നിയിറച്ചിയാണ്. തേങ്ങയും കൊത്തിയിട്ടിട്ടുണ്ട്. ഇത് ചേർത്ത് കൊടുക്കാം. ഈ മസാല എല്ലാം ഈ ഇറച്ചിയിലേക്ക് നന്നായിട്ട് പിടിക്കുന്നവരെ മരുന്നയായിട്ട് ഇളക്കി കൊടുക്കാം. ഒരല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഈ രീതിയിൽ കൂടെ പന്നിയിറച്ചി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഇറച്ചിക്ക്. ഇതൊരല്പസമയം നമുക്ക് അടച്ച് വെക്കാം. ഇതിലേക്ക് ആ മസാലയും എരിവും എല്ലാം നന്നായിട്ട് പിടിക്കുന്നതാണ് മരുന്ന് അടച്ച് വെക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതൊന്ന് പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് തരിതരിപ്പായിട്ട് പൊടിച്ചതാണ്. ഇത് ഞാൻ 2 മിനിറ്റ് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് മസാല എരിവും എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. പന്നിയിറച്ചി പാകമായിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് കാന്താരിമുളകും കുരുമുളകും മാത്രം ചേർത്തുകൊണ്ട് കൊളസ്ട്രോൾ ക്രമീകരിക്കാനൊക്കെ ഉപയോഗിക്കും. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് അല്പം മല്ലിയിലയും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പന്നിക്കറി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം.